പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് മുഴുവൻ ആളുകളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. ദുൽഹിജ്ജ മാസം ഹിജ്റ വർഷത്തിലെ 12ാമത്തെ മാസമാണ്. 4 പവിത്രമായ മാസങ്ങളിലെ 2ാമത്തെ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സ്ഥലങ്ങൾക്കും ചില വ്യക്തികൾക്കും ചില ദിവസങ്ങൾക്കും മാസങ്ങൾക്കുമൊക്കെ മഹത്വം നൽകിയതുപോലെ മഹത്വം നൽകിയ വളരെ പുണ്യമേറിയ ഒരു മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ. ആ ദിവസത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ദിവസങ്ങളാണ് ആദ്യത്തെ 10 ദിവസങ്ങളും അതിനുശേഷമുള്ള അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. ഈ 10 രാത്രികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നാണ് ഭൂരിഭാഗം മുഫസ്സിറുകളും ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ അഭിപ്രായം. പരിശുദ്ധമാക്കപ്പെട്ട ഹദീസിന്റെ കിതാബുകൾ പരിശോധിച്ചു നോക്കിയാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞത്, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങൾ വേറെ ഇല്ലാന്ന്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളോളം വ്യക്തമായി ഹദീസിൽ വന്നതാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പ്രവാചകന്റെ സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് ഇത്ര പ്രതിഫലമില്ലേ എന്ന പ്രവാചകന്റെ സ്വഹാബത്തിന്റെ മറു ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞത്, വലൽ ജിഹാദും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് ഈ മാസത്തിലെ സൽക്കർമ്മങ്ങൾക്ക് എന്ന്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി, ഒരാൾ അയാളുടെ ധനവും അയാളുടെ ശരീരവും മായി ആ യുദ്ധക്കളത്തിലേക്ക് ചെന്ന് ഒന്നും തിരിച്ചു കിട്ടാത്ത രൂപത്തിൽ ആ യുദ്ധക്കളത്തിൽ നിന്ന് അയാൾ മടങ്ങിയാൽ, അഥവാ ആ യുദ്ധക്കളത്തിൽ വെച്ച് അയാൾ ഷഹീദായാൽ അയാൾക്കുള്ള പ്രതിഫലം ഈ ദിവസങ്ങൾ ചെയ്യുന്ന അമലുകൾക്ക് കിട്ടൂലെന്ന്. എന്നാൽ അതിന്റെ താഴെയുള്ള ഷഹീദാകാത്ത യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന എല്ലാ പ്രതിഫലവും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്രമങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുന്നു. അത്രമാത്രം മഹത്വമാണ് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്ക് എന്നാണ് പ്രവാചകൻ വിശദീകരിക്കുന്നത്. അധിക ആളുകളും അശ്രദ്ധമാക്കുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ. ഒരുപക്ഷെ ദുൽഹിജ്ജ 9ന്റെ നോമ്പിന്റെ ദിവസം, അറഫ നോമ്പിന്റെ ദിവസം നമുക്ക് ശ്രദ്ധ ഉണ്ടാവും. ബലി പെരുന്നാളിന്റെ ദിവസം നമ്മുടെ മനസ്സിലുണ്ടാവും. അയ്യാമു തശ്രീഖ് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അതിന്റെ മുമ്പുള്ള ആദ്യത്തെ 10 ദിവസങ്ങൾ പലപ്പോഴും, ആദ്യത്തെ 8 ദിവസങ്ങൾ പലപ്പോഴും ആളുകളെ അശ്രദ്ധമായി കൊണ്ടുപോവാണ്. അത്രമാത്രം മഹത്വമായിക്കൊണ്ടാണ് ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പരിശുദ്ധ റമളാനിൽ നമ്മൾ എങ്ങനെയാണോ അമലുകൾ ചെയ്തത്, അതുപോലെ അമലുകൾ ചെയ്യേണ്ട മാസമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. നോക്കൂ നിങ്ങളെ, വിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിൽ എങ്ങനെയാണോ വിശുദ്ധ ഖുർആൻ പാരായണത്തിന് നമ്മൾ പ്രാധാന്യം നൽകിയത്, അതേ പ്രാധാന്യം ഈ ദിവസത്തിലെ, ഈ മാസത്തിലെ ദിവസങ്ങൾക്ക് സഹോദരങ്ങളെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ദിക്റുകളും ദുആകളും അധികമായി ചൊല്ലുന്ന സ്വഭാവം നമുക്കുണ്ടാവണം. റമളാനിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ നല്ല നല്ല സൽക്രമങ്ങൾ ഈ ഒരു ഉദ്ദേശത്തോടുകൂടി ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ
അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ദിവസങ്ങളെ, അല്ലാഹു ബഹുമാനിച്ച ദിവസങ്ങളെ അതേ അർത്ഥത്തിൽ ആദരിക്കുക, ബഹുമാനിക്കുക എന്നത് ഒരു മനുഷ്യന് ഈമാനുണ്ട്, അവന്റെ ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു ആദരിച്ച സ്ഥലങ്ങളും അല്ലാഹു ആദരിച്ച സമയങ്ങളും അല്ലാഹു ആദരിച്ച മാസങ്ങളും വ്യക്തികളുമൊക്കെ ശആയിറുള്ളയിൽ പെടും. എന്താ ശആയിറുള്ള? അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങൾ അല്ലാഹുവിന്റെ മതചിഹ്നത്തിൽ ഉൾപ്പെട്ട ദിവസങ്ങളാണ് എന്നാണ്. വമൻ യുഅല്ലിം ശആയിറല്ലാഹ്, അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളെ ആര് ബഹുമാനിക്കുന്നുവോ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏറ്റവും പവിത്രമായ ദിവസങ്ങളാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത്. ആ ഒരു നിയ്യത്തോടുകൂടി ആ ദിനങ്ങളിൽ അമൽ സ്വാലിഹാത്തുകൾ ചെയ്ത് ജിഹാദിന്റെ പ്രതിഫലം വാരിക്കൂട്ടാൻ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പരിശ്രമിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പവിത്രമായ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ദാനധർമ്മങ്ങളെ അധികരിപ്പിക്കേണ്ട മാസമായി കൊണ്ടാണ് പ്രവാചകൻ ഈ മാസത്തെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ദുൽഹിജ്ജയിലെ ഓരോ ദിനങ്ങളെയും അതിന്റെ പവിത്രത കൃത്യമായി മനസ്സിലാക്കി നമുക്കറിയാം. ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മഹനീയമായ ഹജ്ജ് കർമ്മം നടക്കുന്ന മാസമാണ് ദുൽഹിജ്ജ. അഥവാ ദുൽഹിജ്ജ 8-ന് ഹജ്ജ് തുടങ്ങുകയാണ്. ദുൽഹിജ്ജ 8-ന് നമ്മുടെ സഹോദരങ്ങള് ഹജ്ജിന് പുറപ്പെട്ട, അവിടെ എത്തിച്ചേർന്ന ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ 8-ന് മിനായിലേക്ക് പോകും. മിനായിൽ നിന്ന് പിറ്റേ ദിവസം ദുൽഹിജ്ജ 9-ന് ഉച്ചയ്ക്ക് ശേഷം അവർ അറഫയിൽ ഒന്നിച്ചു ചേരുന്നു. അന്ന് മഗ്രിബിനോട് അടുത്ത സമയം അഥവാ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി അറഫയിൽ വെച്ച് മഗ്രിബ് നമസ്കരിക്കാതെ, നോക്കൂ, അറഫയിൽ വെച്ച് മഗ്രിബ് നമസ്കരിക്കാതെ മഗ്രിബ് നമസ്കാരം മുസ്ദലിഫയിലേക്ക് മാറ്റിവെക്കുന്നു. ഇസ്ലാമിന്റെ നിയമമാണത്. അറഫ മൈതാനിയിൽ നിന്ന് രാത്രി ഉറങ്ങുന്നതിന് വേണ്ടി മുസ്ദലിഫയിലേക്ക് പോകും. പിറ്റേ ദിവസം ദുൽഹിജ്ജ 10-ന്റെ അന്ന് മുസ്ദലിഫയിൽ നിന്ന് വീണ്ടും മിനായിലേക്ക് തന്നെ മടങ്ങി പോവാണ്. അവിടെ ചെന്ന് ജംറകളിൽ കല്ലെറിയുന്നു, മൃഗബലി നടത്തുന്നു, മുടി നീക്കം ചെയ്യുന്നു, മക്കയിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി വരാണ്. എന്നിട്ട് ഹജ്ജിന്റേതായ ത്വവാഫുൽ ഇഫാദ എന്ന ത്വവാഫ് നിർവഹിച്ച് സഅയ് നടത്തി സഫാ മർവകൾക്കിടയിലുള്ള ആ 7 വട്ടം നടത്തതിന് ശേഷം വീണ്ടും 11-ന്റെയും 12-ന്റെയും 13-ന്റെയും രാവുകൾ മിനായിൽ തന്നെ താമസിക്കാൻ വേണ്ടി മിനായിലെ ടെന്റുകളിലേക്ക് ഹാജിമാര് മടങ്ങി ചെല്ലും. 11-ന്റെയും 12-ന്റെയും 13-ന്റെയും പകൽ സമയങ്ങളിൽ 3 ജംറകളിൽ 7 കല്ലുകൾ വീതം എറിഞ്ഞ് വീണ്ടും മക്കയിൽ തന്നെ തിരിച്ചുവന്ന് വിട പറയുന്ന തവാഫ് നടത്തി ഹാജിമാര് പ്രിയപ്പെട്ടവരെ നാട്ടിലേക്ക് മടക്കയാത്ര ആരംഭിക്കും. ഇതാണ് ഹജ്ജിന്റെ ഒരു ചുരുക്ക രൂപം. നോക്കൂ നിങ്ങളെ, മഹനീയമായ ഈ മാസങ്ങളിൽ, ഈ ദിവസത്തില്, ഈ 4-5 ദിവസങ്ങള് മഹത്തായ ഒരു കർമ്മം നടക്കുകയാണ്. പവിത്രമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്താ? ഹജ്ജ് ചെയ്തവരും ചെയ്യാത്തവരും മനസ്സിലാക്കേണ്ട ആദർശം എന്താണ്? ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളിലും വ്യക്തമായി കാണുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഈ ഒരു തൽബിയത്തിലൂടെ ഹാജിമാര് പ്രഖ്യാപിക്കുന്നത് മഹനീയമായ തൗഹീദിന്റെ ആദർശമാണ്. അറഫ മൈതാനിയിൽ ഹാജിമാര് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഈ തൗഹീദിന്റെ ആദർശമാണ്. ഏതു കാര്യങ്ങൾക്കും ആരാധിക്കപ്പെടാൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന മഹത്തായ ആദർശമാണ് ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്ന് വന്ന ഹാജിമാരും പ്രിയപ്പെട്ടവരെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഹജ്ജിന് പുറപ്പെട്ട ആളുകൾ
ഹജ്ജിന് ഇന്ന് മക്കയിൽ എത്തിച്ചേർന്ന ആളുകൾ, അതല്ലെങ്കിൽ ഇനി പോവാനിരിക്കുന്ന ആളുകൾ പലരും ഏതെങ്കിലും ജാറങ്ങളിൽ ചെന്ന് ദർഗകളിൽ പോയി സുജൂദ് ചെയ്ത് അവിടെ നിന്ന് മന്ത്രിച്ചോദിയ നൂലുകൾ കെട്ടിക്കൊണ്ടാണ് പലരും ഇന്ന് ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ഇവിടെ വെച്ച് യാത്രയിൽ തന്നെ ശിർക്കിന്റെ തുടക്കമായിട്ടാണ് പ്രിയപ്പെട്ടവരെ പല ഹാജിമാരും ഇന്ന് ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്നത്. അവിടെ വെച്ചവർ പ്രഖ്യാപിക്കുന്നത് ആരാധിക്കപ്പെടാൻ അല്ലാഹുവല്ലാതെ വേറെ ഒരു ഇലാഹില്ല എന്ന തൗഹീദിന്റെ മഹനീയമായ ആദർശം പ്രഖ്യാപിക്കാൻ പോകുന്ന ആളുകൾ വരെ ഇന്ന് ശിർക്ക് ചെയ്തുകൊണ്ടാണ് അവിടേക്ക് യാത്ര ആരംഭിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ ഒന്നാമത്തെ അതിന്റെ മഹത്വം പ്രിയപ്പെട്ടവരെ തൗഹീദ് എന്ന ഈ ആദർശത്തിന്റെ മഹത്വമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തത്, ഹജ്ജിന്റെ ഏത് കർമ്മങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു മനുഷ്യനും അവന്റെ സർവ്വ പ്രവർത്തനങ്ങളുടെയും മാതൃക അഥവാ അവന്റെ ഇബാദത്തുകൾ അവൻ ചെയ്യേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അനുസരിച്ചുകൊണ്ട് മാത്രമാണ്. തന്റെ ബുദ്ധിക്ക് മതത്തിൽ സ്ഥാനമില്ല. തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിലെ കർമ്മങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല. ഈ ഒരു ശക്തമായ ഗുണപാഠം ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളിലും പ്രിയപ്പെട്ടവരെ നിയലിച്ചു കാണുന്നു. 7 വട്ടം എന്നെ തൊവാഫ് ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളത് ഒരാള് മനഃപൂർവ്വം വെട്ടു നടന്നാൽ അത് ഹജ്ജായിട്ട് പരിഗണിക്കൂല. ആ എണ്ണം കുറഞ്ഞാലോ, മനഃപൂർവ്വം ഒരാൾ ഇനി 7 നടക്കാൻ വയ്യ 6 മതി എന്ന് പറഞ്ഞ് നിർത്തിയാൽ അത് തൊവാഫായിട്ട് പരിഗണിക്കൂല. മനഃപൂർവ്വം 7 കല്ലുകൾ തന്നെ എറിയണം. ആദ്യത്തെ ദിവസം അഥവാ ദുൽഹിജ്ജ 10-ന്റെ അന്ന് ഒരു ജംറക്ക് മാത്രമേ എറിയാൻ പാടുള്ളൂ. ഇസ്ലാം വെച്ച നിബന്ധനയാണ്. ഏതായാലും എറിയണം. എന്നാ എല്ലാം എറിഞ്ഞു തീർക്കാന്ന് പറഞ്ഞാൽ അത് ജംറയിൽ എറിഞ്ഞത് പരിഗണിക്കൂല, ഹജ്ജായിട്ട് പരിഗണിക്കൂല. ബാക്കി ദിവസങ്ങളിൽ 3 ജംറകളിൽ 7 കല്ലുകൾ വീതം എറിയണം. അത് 8ആവാൻ പറ്റൂല. ആ 7 കല്ല് 8 എറിഞ്ഞാല്, മനഃപൂർവ്വം എറിഞ്ഞാല് അത് ഹജ്ജായി പരിഗണിക്കൂല. ഒരു ദിവസം ഒരു പറമ്പിൽ രാത്രി താമസിക്കണം. അത് തനിക്കിഷ്ടപ്പെട്ട റൂം പോയി താമസിച്ചാൽ അത് ഹജ്ജാവൂല. ആ രാത്രി ആ പറമ്പിൽ തന്നെ താമസിക്കുക എന്നുള്ളതാണ്. മഗ്രിബ് നമസ്കാരം മുസ്ദലിഫയിലേക്ക് നീട്ടിവെക്കണം. ഇതൊക്കെ ഇസ്ലാം വെച്ച കർശനമായ നിബന്ധനയാണ്. അതിന്റെ ഇഷ്ടങ്ങൾക്ക് എന്തില്ല, ഇസ്ലാമിലെ കർമ്മങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല. പ്രവാചകൻ എങ്ങനെയാണോ ദീന് പഠിപ്പിച്ചത് അത് അതേപോലെ ഉൾക്കൊള്ളണമെന്ന വലിയൊരു സന്ദേശമാണ് ഹജ്ജിലൂടെ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ഇസ്ലാമികമാണോ എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മതത്തില് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കടത്തിക്കൂട്ടിയാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് അവൻ ഉറപ്പിക്കട്ടെ എന്ന്. എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും, എത്ര നിസ്സാരമായൊരു കാര്യമാണെങ്കിലും അത് മതത്തിന്റെ പേരിൽ ഒരാൾ കൊണ്ടുവന്നാൽ, മതത്തിന്റെ പേരിൽ ഒരാൾ ചെയ്താൽ അത് ബിദ്അത്തായിട്ട് പരിഗണിക്കുള്ളൂ. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തുകളും ചെന്നു പതിക്കുന്ന ളലാലത്തിലേക്കാണ്. ളലാലത്തുകൾ നരകത്തിലേക്കാണ് എത്തുക. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തുകളെ ജീവിതത്തിൽ കൃത്യമായി പകർത്തുക, ബിദ്അത്തുകളെ കൃത്യമായി സൂക്ഷിക്കുക. ഹജ്ജിനെ കുറിച്ചൊക്കെ പഠിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവുക. അല്ലാഹു മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹജ്ജിന് പുറപ്പെട്ട ആളുകൾക്ക് ഒരു ഉമ്മ പ്രസവിച്ചതുപോലെ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസികും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിവുള്ള ഓരോ മനുഷ്യനും
ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തെ കർമ്മമായ ഹജ്ജ് നിർവഹിച്ചാലേ അവന്റെ ഇസ്ലാം പൂർത്തിയാവുള്ളൂ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, അള്ളാഹുവെ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് തരണേന്ന്. അള്ളാഹു ഈ പ്രാർത്ഥന നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു വർഷത്തെ ഹജ്ജിന് അവസരം ലഭിച്ച ആളുകൾക്ക് അള്ളാഹു മബ്റൂറായ ഹജ്ജ്, പുണ്യം നിറഞ്ഞ ഹജ്ജ് നിർവഹിക്കാൻ, ഉമ്മ പ്രസവിച്ചതുപോലെ പാപങ്ങളില്ലാതെ മടങ്ങി വരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പുണ്യം നിറഞ്ഞ ഹജ്ജിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അതിന് സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലമല്ലെന്ന്. ഈ ഹജ്ജുൻ മബ്റൂറിന് പണ്ഡിതന്മാർ നൽകിയ ഒരു വിശദീകരണത്തിൽ കാണാം, ഹജ്ജ് നിർവഹിച്ചൊരു വ്യക്തി മരണം വരെ ആ ഹജ്ജിന്റെ പരിശുദ്ധി അയാൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമെന്നാണ്. അഥവാ ഹജ്ജ് എന്ന കർമ്മം ദുൽഹിജ്ജ മാസത്തിലെ ഒരു 4-5 ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കർമ്മമല്ല എന്നർത്ഥം. അത് നിർവഹിച്ച ഒരാള് മരണം വരെ ആ ചെയ്ത കർമ്മത്തിന്റെ ഗുണങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത്തത്, ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ തയ്യാറായിരിക്കുന്നതെങ്കിൽ ഇന്നോ നാളേക്കായിട്ട് പുറപ്പെടുന്ന ആളുകളുണ്ട്. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ അയൽവാസികളിൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ, നമ്മുടെ മഹല്ലത്തില് ഹജ്ജിന് പോയ ആളുകളുണ്ട്, അവിടെ എത്തിച്ചേർന്ന ആളുകൾ. സഹോദരങ്ങളെ, ഒരു ഹജ്ജിന് പോണ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ തുറന്ന മനസ്സുമായി കൊണ്ടാണ് ഹജ്ജിന് പുറപ്പെടേണ്ടതെന്നാണ്. പല ആളുകൾക്കും ടെൻഷനാണ്. ടെൻഷനുകളെ തലയിൽ കയറ്റിവെച്ചിട്ടാണ് പല ആളുകളും ഹജ്ജിന് പോവുക. ഒന്ന് കുടുംബത്തിന്റെ കാര്യം ആലോചിക്കും. 2 രോഗത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. രോഗത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ട് പല ആളുകൾക്കും. നമുക്ക് 40 50 ലക്ഷം വരുന്ന ഹാജിമാരൊന്നും ആരും രോഗമില്ലാത്ത ആൾക്കാരല്ല. എന്തെങ്കിലുമൊക്കെ രോഗം ഉള്ളവരായിരിക്കും അവിടെ എത്തിയ ആളുകൾ. പൂർണ്ണ ആരോഗ്യമുള്ള ആരെങ്കിലും സഹോദരങ്ങളെ ആ 40-50 ലക്ഷം ആളുകളിൽ ഉണ്ടാവും. ഒന്നിലേക്ക് ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ, എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹാജിമാർക്ക് പൂർണ്ണമായി അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, 3 ആളുകളെ സഹായിക്കല് എന്റെ ബാധ്യതയാണ്. ഒന്ന് പറഞ്ഞത് ഹജ്ജിനും ഉംറക്കും വേണ്ടി പുറപ്പെട്ട ആളുകളെ സഹായിക്കൽ എന്റെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞ വഖ്തുള്ള എന്നാണ്. വഖ്തുള്ള, അവർ അള്ളാഹുവിന്റെ ആളുകളാണ്. ആര്? ഹജ്ജിനും ഉംറക്കും വേണ്ടി പുറപ്പെട്ട ആളുകൾ. അവർ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുത്തിരിക്കുന്നതാണ്. ഒരു സംശയവും വേണ്ട. ഹാജിമാർ പ്രാർത്ഥിച്ചാൽ ഏത് മുതൽ അവർ ആ യാത്ര പുറപ്പെട്ടത് മുതൽ തിരിച്ചവർ വീട്ടിലേക്ക് മടങ്ങി വരുന്നതുവരെ അവർ പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം കൊടുത്തിരിക്കും. ഒരു സംശയവും വേണ്ട. പിന്നെ എന്തിനാ സഹോദരങ്ങളെ പോകുമ്പോ രോഗത്തെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യം? അള്ളാഹു നിങ്ങളെ സഹായിക്കാമെന്നുള്ള വാഗ്ദാനമുണ്ട്. അവരെ നോക്കേണ്ട കടമ എനിക്കുണ്ടെന്നുള്ള പറഞ്ഞാൽ പിന്നെ രോഗത്തെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യം എന്താ? ചില ആളുകൾക്ക് എന്താ നിങ്ങൾ, ചില ആളുകൾക്ക് മരിക്കുമെന്നുള്ള പേടിയാണ്. മരിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏറ്റവും നല്ല മരണമല്ലേ? ഏറ്റവും നല്ല മരണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തെ ഉംറ നിർവഹിക്കുന്നതിനിടയിൽ ഒരു സ്വഹാബി ഒട്ടകപ്പുറത്തുനിന്ന് വീണു മരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാമിലെ നിബന്ധന പറഞ്ഞെടുത്തു, തല മറക്കണ്ട. അതുപോലെ കഫൻ അതേ വസ്ത്രത്തിൽ കഫൻ ചെയ്യാനും ദഫൻ ചെയ്യാനും ചെയ്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ പറയാൻ തരും, നാളെ പടലോകത്ത് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ചൊല്ലിക്കൊണ്ടാണ് അയാൾ പടലോകത്ത് വരികയെന്ന്. അയാൾക്ക് സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലവും ഇല്ല എന്ന് പ്രവാചകൻ പറയുമ്പോ പിന്നെ എന്തിന് സഹോദരങ്ങളെ പോകുമ്പോ മരണത്തെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യം?
എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് നിർവഹിച്ചു പോകണം. പരസ്പരമുള്ള വൈരാഗ്യമോ ദേഷ്യമോ വീണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അതൊക്കെ പ്രശ്നം തീർത്തിട്ട് വേണം പോകാൻ. അവിടെ വെച്ച് മരിച്ചാൽ പ്രശ്നമാണ്. ഈ ഒരു ചിന്ത സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. മനസ്സമാധാനത്തോടുകൂടി പോകാൻ പറ്റണം. പോയ ആളുകൾക്ക് ഒരു ഉപദേശം നമ്മൾ പകർന്നു കൊടുക്കണം. വലിയ പ്രതിഫലമാണ് നാളെ പരലോകത്ത് കിട്ടുക. മൂന്നാമത്തെ വിഭാഗം ഹജ്ജ് ചെയ്യാത്ത ആളുകൾ, അതായത് ഈ ഒരു വർഷവും ഹജ്ജിന് പോകാൻ തീരുമാനിക്കാത്ത ആളുകളുണ്ട്. അതിന് കഴിവും ആരോഗ്യമൊക്കെ ഉണ്ടായിട്ട്, സമ്പത്തും ആരോഗ്യവും ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾ. ഈ മിമ്പറിലുള്ള ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും ഒരുപക്ഷെ ഹജ്ജ് ചെയ്യാത്ത ആളുകളായിരിക്കും. ഹജ്ജ് ചെയ്തവരും ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു ആ തക്കതായ പ്രതിഫലം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു ഹജ്ജിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷവും ഹജ്ജിന് പോകാൻ മനിസ്തതാ ഇലൈഹി സബീല, അതിനുള്ള ആരോഗ്യവും സമ്പത്തും അല്ലാഹു തആല നമുക്ക് തന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തവരാണെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയും, അവര് ജൂതനായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ മരിച്ചുപോട്ടെ എന്ന്. ദുനിയാവിലെ ഏതു കാര്യങ്ങൾക്കും പ്രിയപ്പെട്ടവരെ സമ്പത്തുണ്ട്. എത്ര നല്ല അവസരത്തെയാണ് ആളുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു തരുമെന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടും സമ്പത്തുള്ളവർ, ആരോഗ്യമുള്ളവർ, ഇത് രണ്ടുമുള്ള ആളുകൾ ഹജ്ജിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെങ്കിൽ എത്ര വലിയ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുന്നത്. പാപങ്ങൾ പൊറുക്കപ്പെടാത്തവനായി ഖബറിലേക്ക് മടങ്ങിപ്പോകേണ്ട അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു. വലത്തുഹു ഉമ്മഹു, തന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അവിടെ നാം ആക്കി കൊടുക്കാന്ന് പ്രവാചകൻ പറഞ്ഞിട്ട് കയ്യിൽ ലക്ഷങ്ങൾ ഉണ്ടായിട്ടും ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കാത്ത ആളുകളുടെ അവസ്ഥ. അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞത്, പിശുക്ക് കാണിച്ചിട്ട് സമ്പത്ത് പോകുമെന്നുള്ള പേടി കൊണ്ട് ഒരു ഹജ്ജ് നിർവഹിക്കാത്ത ആളുകളാണെങ്കിൽ അവർ ജൂതനായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ അവൻ മരിച്ചു പോട്ടെ എന്ന് പ്രവാചകന്റെ ശാപമാണ്. വ്യക്തമായി ഹദീസിൽ സഹോദരങ്ങളെ പറഞ്ഞൊരു വിഷയമാണിത്. അതുകൊണ്ട് സമ്പത്തുണ്ടോ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കണം, ആരോഗ്യമുണ്ടോ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കും. ഇത് രണ്ടും അതിന് ആവശ്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികവും ശാരീരികവുമായിട്ട് കഴിയാത്ത ആളുകളുണ്ടാവും. ഒന്നുകിൽ സമ്പത്ത് ഉണ്ടാവും, പക്ഷെ പോകാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആരോഗ്യമുണ്ടാകും, പക്ഷെ കയ്യിൽ സമ്പത്തില്ല. അവർക്ക് പോലും അള്ളാഹു പറഞ്ഞെന്തറിയും, അവർക്ക് അല്ലാഹു തആല പറയാണ്, നിങ്ങൾക്ക് ഹജ്ജും ഉംറയും ചെയ്ത കൂലി ഞാൻ തരാം. ചില കർമ്മങ്ങൾ നിങ്ങൾ നിർവഹിക്കുന്നതിലൂടെ രണ്ടു കൂലിയാണ്. ഹജ്ജും ഉംറയും ചെയ്ത കൂലി അവർക്കുണ്ട്. ഒന്ന്, നിർബന്ധ നമസ്കാരത്തിന് പള്ളിയിൽ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുക. ഞാൻ ആൾക്കാർ വരാൻ വേണ്ടി പറയണല്ല. വ്യക്തമായി ഹദീസില് ഇമാം അഹ്മദ്, അബൂ ദാവൂദ്, ബൈഹഖി, ശൈഖു നാസിറുദ്ദീൻ അൽബാനി ഈ മൂന്ന് ഹദീസുകളെയും അഥവാ ഈ മൂന്ന് റിപ്പോർട്ടുകളെയും സ്വഹീഹാണെന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു പറയാണ്, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹ്ഹിറ, ആരെങ്കിലും ശുദ്ധിയായിക്കൊണ്ട് വുളൂ എടുത്തുകൊണ്ട് ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്, മക്തൂബത്തുൻ ഇലാ സ്വലാത്തിൻ മക്തൂബ, അല്ലെ ഫർദ് നിസ്കരിക്കാൻ വേണ്ടി കാണ്ട് അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് വീട്ടിൽ നിന്ന് വുളൂ എടുത്തൊരാൾ പോവുകയാണെങ്കിൽ ആ മനുഷ്യന് ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കാണ്. ഒരു നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ പോലും ഈ കൂലിണ്ട്. ഒരു വക്ത് നമസ്കരിച്ചാൽ പോലും 5 വക്ത് നമസ്കരിച്ചാൽ പ്രതിഫലത്തിലേക്കാണ്. എത്ര മിനിറ്റ് വേണം ഒരു നമസ്കാരം? നമ്മുടെ പള്ളിയിൽ നിൽക്കുന്ന നിസ്കാരം ഏറി വന്ന 10-15 മിനിറ്റ് ഉള്ളൂ. ആ 10-15 മിനിറ്റ് കൊണ്ട് ലക്ഷങ്ങൾ ചെലവാക്കേണ്ട ആവശ്യമില്ല, സമയങ്ങൾ മെനക്കെടുത്തണ്ട. ഹജ്ജും ഉംറയും ചെയ്ത കൂലിയാണ് ആർക്ക്? അത് നിർവഹിക്കാൻ പറ്റാത്ത ആളുകൾ. രണ്ടാമത്തതോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബഹി നമസ്കരിച്ച് ഒരാൾ സൂര്യോദയം വരെ അള്ളാഹുവിന്റെ ഭവനത്തിൽ അയാൾ ഇരിക്കുന്നു. ജമാഅത്ത് നിസ്കരിച്ചു കണ്ട് അള്ളാഹിന്റെ പള്ളിയിൽ അയാൾ ഇരിക്കുക, വർത്താനം പറഞ്ഞിരിക്കല്ല, ദിക്റുകൾ ചൊല്ലി ദുആകൾ ചൊല്ലി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മറ്റുള്ള ആളുകളുമായി കൊണ്ട് സംസാരിക്കാതെ അത്യാവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ.
തന്റെ ഖളാഉൽ ഹാജ, മലമൂത്ര വിസർജനം, അങ്ങനത്തെ അത്യാവശ്യങ്ങൾക്ക് വേണമെങ്കിൽ അയാൾക്ക് പുറത്തു പോകാം. അല്ലാതെ സംസാരിക്കാനോ പുറത്തു പോകാനൊന്നും അനുവാദമില്ല. സൂര്യൻ ഉദിക്കുന്നത് വരെ അയാൾ ആ പള്ളിയിലിരുന്ന് 2 റക്അത്ത് ഇശ്റാഖ് അല്ലെങ്കിൽ ളുഹാ നിസ്കരിച്ചിട്ട് അയാൾ പോയാൽ അയാൾക്ക് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ട്. പ്രവാചകൻ പറഞ്ഞു താമത്തുൻ താമത്തുൻ താമ 3 വട്ടം അറിഞ്ഞത്. ഹജ്ജും ഉംറയും ചെയ്ത കൂലുണ്ട് എന്ന് പറയുമ്പോൾ സംശയിക്കേണ്ടാണ്. താമത്തുന്നാണ്, പൂർണ്ണമായിട്ടും. അഥവാ മക്കയിൽ ചെന്ന് എങ്ങനെയാണോ ഹജ്ജും ഉംറയും നിർവഹിച്ചത് അതേ കൂലി നിങ്ങൾക്ക് തരാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. 3ാമത് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ വെച്ച് നന്മ പഠിക്കുക. ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ ഗദാ ഇലൽ മസ്ജിദ്, ആരെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പോവാണ്, നടന്നുകൊണ്ട് പോവാണ്, ലാ യുരീദു ഇല്ലാ അയതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമുഹു, അയാള് പോണത് എന്തിനാ? വേറെ ഒരു ഉദ്ദേശമില്ല. നിസ്കരിക്കാനല്ല പോണത്, പള്ളിയിൽ പോയി സുജൂദ് ചെയ്യാനല്ല പോണത്. അയാള് പോണത് എന്തിനാ? അള്ളാന്റെ ദീനു പഠിക്കാൻ. ഇല്ലാ അയതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമുഹു, ദീനു പഠിക്കാൻ വേണ്ടി പള്ളിക്ക് പോവുക, അല്ലെങ്കിൽ ദീനു പഠിപ്പിക്കാൻ വേണ്ടി പള്ളിക്ക് പോവുക. ഇങ്ങനെ പോയാല് കാന ലഹു കഅജ്രി ഹാജതമൻ ഹജ്ജതഹു, ഒരു പൂർണ്ണമായും ഒരു ഹജ്ജ് നിർവഹിച്ച കൂലി അല്ലാഹു ആ മനുഷ്യന് കൊടുക്കുന്നതാണ്. പോകുമ്പോ ആ നിയ്യത്ത് ഉണ്ടാവണം. ഹജ്ജിന്റെ കൂലി കിട്ടണമെന്നുള്ള നിയ്യത്തിലാണ്. അള്ളാന്റെ ദീനു പഠിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അത് പഠിപ്പിക്കാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടാണ്. 4ാമത് പറഞ്ഞത്, നമസ്കാര ശേഷം ചില ദിക്റുകൾ ചൊല്ലിയാൽ, അഥവാ നമസ്കാര ശേഷമുള്ള ദിക്ർ ഒരാൾ ചൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇത് 33 തവണ ചൊല്ലി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് അയാൾ പള്ളിയിൽ നിന്നും മടങ്ങുന്നതെങ്കിൽ അയാൾക്ക് ഹജ്ജും ഉംറയും നിർവഹിച്ച കൂലിയുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ പറ്റും. 5ാമത് പറഞ്ഞത്, ഒരു ഹാജിയെ യാത്രക്കു സജ്ജമാക്കിയ, ഹജ്ജിന് പോണ ഒരാളെ അയാൾക്കുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ചിലപ്പോൾ സമ്പത്ത് വേണ്ടി വരും, ചിലപ്പോൾ പൈസ ചോദിക്കാൻ സാധ്യതയുണ്ട്, പൈസ കൊടുക്കാം. അല്ലെങ്കിൽ അയാൾക്ക് അയാളെ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ യാത്രക്ക് വേണ്ട മറ്റു സാധനങ്ങൾ അത് വാങ്ങിക്കൊടുക്കാം, അയാളെ യാത്ര അയക്കാം, അല്ലെ, എയർപോർട്ടിൽ കൊണ്ടുപോയി വിടുക. ഇങ്ങനെ ആ ഹാജിയെ അയാള് സഹായിക്കുന്നെങ്കിൽ ആ ഹജ്ജ് നിർവഹിച്ച ആളുടെ അതേ പ്രതിഫലം അത് സഹായിച്ച ആളുകൾക്കും ലഭിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 6ാമത് പറഞ്ഞത്, റമദാനിലെ ഉംറയാണ്. റമദാനില് ഒരാൾ ഉംറ നിർവഹിക്കുകയാണെങ്കിൽ അയാൾക്ക് ഹജ്ജ് ചെയ്ത കൂലിയാണ്. ഇപ്പോ ഉംറയെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന ആളുകളുണ്ടെങ്കിൽ റമദാനിലേക്ക് എന്ത് ചെയ്യാം? പരമാവധി പ്ലാൻ ചെയ്യാം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധി എന്ന് വിചാരിക്കാം. പക്ഷെ അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? റമദാനിലെ ഉംറയ്ക്ക് കുറച്ച് പൈസ കൂടും, എന്നാലും ഒരു ഹജ്ജ് ചെയ്ത കൂലിയിട്ടുണ്ട്. അപ്പൊ ഉംറയ്ക്ക് പ്ലാൻ ചെയ്യുന്ന ആളുകൾ റമദാനിലേക്ക് എന്ത് ചെയ്യാം? പ്ലാൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം? നമ്മൾ അമലുകൾ ചെയ്യുക. ഈ ഒരു